ഹലോ ഫ്രണ്ട്സ്, 2024 LGS ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 6ാമത്തെ സീരീസ് ആണിത്. ഇതിൽ 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. കൂടാതെ എല്ലാ ഓപ്ഷനുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. 1 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ? ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ, ബി ജി മാധവൻ നായർ, സി എസ് സ്വാമിനാഥ്, ഡി കെ ശിവൻ. അതിൽ ആൻസർ വരുന്നത് 26ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഡോക്ടർ പി വീരമുത്തുവേൽ. അടുത്തായിട്ട് നമുക്ക് ഓപ്ഷൻ നൽകിയിരുന്നത് ജി മാധവൻ നായർ ആണ്. ഈ ജി മാധവൻ നായർ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ആയിരുന്നു. ജി മാധവൻ നായർ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു, അതായത് 2008. അടുത്ത ഓപ്ഷൻ നൽകിയിരുന്നത് എസ് സ്വാമിനാഥ് ആണ്. എസ് സ്വാമിനാഥ് നിലവിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാണ്. എസ് സ്വാമിനാഥ് നിലവിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാണ്. കെ ശിവൻ, അടുത്ത ഓപ്ഷൻ നൽകിയിരുന്നത് കെ ശിവനാണ്. കെ ശിവൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചന്ദ്രയാൻ 2 ഉൾപ്പെടെയുള്ള പ്രധാന ദൗത്യങ്ങളെല്ലാം തന്നെ നടന്നത്, അതായത് 2018 മുതൽ 2022 വരെ. ചന്ദ്രയാൻ 3ന്റെ സമയത്ത് ആരാണ് പ്രോജക്ട് ഡയറക്ടർ? ഡോക്ടർ പി വീരമുത്തുവേൽ. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം? ഓപ്ഷൻ എ നൽകിയിരിക്കുന്നത് 50 സെന്റിമീറ്റർ താഴെ മഴ, ബി 50 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട്, സി നീർവാർച്ചയുള്ള മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ വരുന്നത് സി ആണ്, നീർവാർച്ചയുള്ള മണ്ണ്. അതായത് ഏലം വിളയുമായി ബന്ധപ്പെട്ട് മണ്ണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നല്ല പശിമ രാശിയുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. മണ്ണിന് നല്ല നീർവാർച്ച സൗകര്യം ഉണ്ടായിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ചെടിയെ നശിപ്പിക്കും. pH മൂല്യം 5.5നും 6.5നും ഇടയിലുള്ള മണ്ണായിരിക്കണം ഏലം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഗുജറാത്ത്. അതിൽ ആൻസർ വരുന്നത് ബി ആണ്, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്. ഇത് ബംഗാൾ ഉൾക്കടലുമായി ആണ് അതിർത്തി പങ്കിടുന്നത്. ആന്ധ്രാപ്രദേശ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്. ഇത് ബംഗാൾ ഉൾക്കടലുമായാണ് അതിർത്തി പങ്കിടുന്നത്. ബാക്കിയെല്ലാം തന്നെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ തന്നെ അറബിക്കടലുമായാണ് അതിർത്തി പങ്കിടുന്നത്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്, ഓപ്ഷൻ ബി 68 ഡിഗ്രി 7 മിനിറ്റ് വടക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വടക്ക് വരെ, അത് കഴിഞ്ഞ് സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ, ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 മിനിറ്റ് കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് കിഴക്ക് വരെ. അതിൽ ആൻസർ വരുന്നത് 29ാമത്തെ ആൻസർ സി ആണ്, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭൂപ്രദേശം പ്രധാനമായും ഉത്തരാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവം, ബി അറബിക്കടലിൽ പതിക്കുന്നു, സി 2900 കിലോമീറ്റർ നീളം,
ഡി ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. അതിൽ ആൻസർ വരുന്നത് ആൻസർ ഒന്നും തന്നെയില്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമായി തന്നെയും ഗംഗയ്ക്ക് ബന്ധമില്ല. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ ഒരു പ്രസ്താവന പോലും ഇതിലൊന്നുമില്ല. അപ്പൊ നമ്മൾ ഗംഗാ നദിയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രിയിലാണ്. ഗംഗാ നദി ബംഗ്ലാദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതിന്റെ നീളം 2525 കിലോമീറ്റർ ആണ്. ഗംഗയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. ഇതിലെ ഗാംഗ്ടോങ് ഗംഗയുടെ പോഷക നദിയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗാംഗ്ടോങ് എന്നത് സിക്കിം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. ഒരു നദിയല്ല, ഒരു നഗരമാണ്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെയിലി ഓരോ ചോദ്യങ്ങളും ടിപ്സുകളും ചാനലിലുണ്ട്. അതുകൂടി മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം.